Okay, നമുക്ക് തുടങ്ങാം. So today we are discussing 7th standard social science chapter 7. Okay, so chapter 7 is related with the earth and biosphere. Earth and biosphere ne pattiyulla korchu portion aanu. So before starting this chapter I will give you a brief introduction of what we are going to discuss in this chapter. Okay, so ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഒന്ന് എർത്തിന്റെ ഫോർമേഷനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഡിക്കേഷൻ ആണ്. അതായത് 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് പ്ലാനറ്റ്സ് ഫോം ചെയ്തതിന്റെ കൂട്ടത്തിൽ നമ്മുടെ എർത്ത് ഫോം ചെയ്തു. സോ എർത്ത് ഫോം ചെയ്ത ശേഷം കുറച്ച് പ്രോസസ്സ് കൊണ്ട് ഈ ഹൈലി ഹീറ്റിംഗ് ആയിട്ടുള്ള എർത്ത് കൂൾ ഡൗൺ ആയി. ഇത് കൂൾ ഡൗൺ ആവുന്ന ഈ സമയത്ത് ഇത് ഒരു ഓർഡറിങ് നടന്നു, ഒരു ലെയറിങ്. അതായത് ഹെവി എലമെന്റ്സ് ഉണ്ടല്ലോ, കാര്യം എർത്ത് ലിക്വിഡ് കൂൾ ആയ ഒരു ഫോമാണ്. സോ ഈ ലിക്വിഡ് ആയിരുന്ന സമയത്ത് ഇതിന്റെ ഈ ഹെവി മെറ്റൽസ്, ഹെവി എലമെന്റ്സ് എല്ലാം താഴോട്ട് ഡെപ്പോസിറ്റ് ആവുകയും കമ്പാരിറ്റീവ്ലി ലൈറ്റർ എലമെന്റ്സ് മുകളിലാകുകയും ചെയ്തു. സോ നമ്മളുടെ എർത്ത് റൗണ്ട് ഷേപ്പിൽ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ എർത്തിന് ഒരു ഔട്ടർ ലെയർ ഉണ്ട്. മൊത്തത്തിൽ 3 ലെയർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങളുടെ പാഠത്തിൽ വരുന്നില്ല, എന്നാലും നിങ്ങൾ ഓർത്തോ. എർത്ത് നമ്മൾ നിൽക്കുന്ന ഈ തറയുണ്ടല്ലോ, തറയിൽ നിന്ന് താഴോട്ട് നമ്മൾ എടുത്താലും നമുക്ക് കോർ വരുന്നുണ്ട്, മാൻഡിൽ വരുന്നുണ്ട്, ക്രസ്റ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാ? കോർ പോർഷൻ, മാൻഡിൽ പോർഷൻ, ക്രസ്റ്റ് പോർഷൻ. ഓക്കെ, സോ ക്രസ്റ്റ് ആണ് ഏറ്റവും ഔട്ടർ. നമ്മൾ നിൽക്കുന്നത് ക്രസ്റ്റൽ ലെയറിലാണ് നിൽക്കുന്നത്. സോ ഈ ലെയറിങ് സംഭവിച്ചത് ഈ കൂളിംഗ് പ്രോസസ്സ് നടന്ന സമയത്താണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കൂളിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിച്ചാൽ ഗേഷ്യസ് ആയിട്ടുള്ള എലമെന്റ്സ് ഈസിലി മുകളിലെത്തി. സോ ഈ ഗേഷ്യസ് എലമെന്റ്സ് ചേർന്ന് നിന്ന് ഫോം ചെയ്താണ് നമ്മൾ ഈ കാണുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് മനസ്സിലായി, എർത്തിന്റെ 3 ലെയർ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ എർത്തിന്റെ ക്രസ്റ്റൽ ലെയറിൽ തന്നെ ടോപ്പിൽ ഉള്ള ഒരു ലെയർ അറൗണ്ട് 100 കിലോമീറ്റർ വരെ ഡൗൺ ഡെപ്ത് നമ്മൾ എടുത്താൽ ടോപ്പിൽ നിൽക്കുന്ന ലെയറിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ. സോ ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ലിത്ത് എന്ന് വെച്ചാൽ പാറ, ലിത്തോസ്ഫിയർ പാറയുള്ള റീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം, കല്ലുള്ള റീജിയൻ. സോ ലിത്തോസ്ഫിയർ ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ. ക്രിസ്റ്റലിന്റെ 100 കിലോമീറ്റർ ഡെപ്ത് വരുന്നതാണ് ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലിത്തോസ്ഫിയർ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പറയാനുള്ളത് ഹൈഡ്രോസ്ഫിയർ. സോ നമ്മൾ എർത്തിന്റെ എവിടെല്ലാം വെള്ളം കാണുന്നോ, വേർ യു ക്യാൻ ഫൈൻഡ് വാട്ടർ, you can find water in ice caps region, you can find water in seas, lakes, rivers, pond, different streams you can see, and also underground water table. So എവിടെല്ലാം നമുക്ക് വാട്ടർ കാണാൻ പറ്റുന്നോ ആ വാട്ടർ കാണുന്ന റീജിയനെ നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കും. ഹൈഡ്രോസ്ഫിയർ. സോ ലിത്തോസ്ഫിയർ നിങ്ങൾക്ക് മനസ്സിലായി, ഹൈഡ്രോസ്ഫിയർ മനസ്സിലായി, അറ്റ്മോസ്ഫിയർ ഞാൻ ആൾറെഡി പറഞ്ഞു. ഓക്കെ, ഒരു ലെയർ ആയിട്ട്, ഗേഷ്യസ് ലെയർ ആയിട്ട് നമ്മളുടെ ചുറ്റും ഒരു എൻവലപ്പ് ആയിട്ടുണ്ട്. സോ പല എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്, പല ഗ്യാസസിന്റെ മിക്സ്ചർ ഉണ്ട്. നമുക്ക് ലെറ്റർ വി വിൽ സീ ദാറ്റ്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ. സോ അറ്റ്മോസ്ഫിയർ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ, നമ്മൾ ഒരുപാട് മേലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ലൈഫ് ഫോംസിന്റെ എണ്ണം കുറയും. ഹൈഡ്രോസ്ഫിയറിൽ തന്നെ ഇപ്പോ സീ റീജിയൻ എടുത്ത് നോക്കിയാലും ഡീപ്പ് ഓഷ്യൻ എടുത്ത് നോക്കിയാലും മേളത്തെ ലെയറിലായിരിക്കും ആക്ച്വലി കമ്പാരിറ്റീവ്ലി ലൈഫ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. അത് ഡിഫറെന്റ് സീ അനിമൽസ് ആയാലും ആൽഗൈസ് ആയാലും എന്തുവായാലും ടോപ്പ് ലെയർ, കമ്പാരിറ്റീവ്ലി ടോപ്പ് ലെയറിലായിരിക്കും കൂടുതൽ, ടുവേർഡ്സ് ഡൗൺ കുറവായിരിക്കും. ലിത്തോസ്ഫിയർ, നമ്മളുടെ ഈ മണ്ണെടുത്ത് നോക്കിയാലോ, മണ്ണിൽ നമുക്ക് കുറച്ച് ഡെപ്തിലെ ലൈഫ് കാണാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ദെയർ വോണ്ട് ബി എനിത്തിങ്. കാര്യം മണ്ണ് പോലും ഫോം ചെയ്തിരിക്കുന്നില്ല, അത് പാറയായിരിക്കും. ഓക്കെ, സോ ഈ മൂന്നിന്റെയും, അറ്റ്മോസ്ഫിയറിന്റെയും ഹൈഡ്രോസ്ഫിയറിന്റെയും ലിത്തോസ്ഫിയറിന്റെയും കൂടെ ചേർന്ന ഒരു ഇന്റർസെക്ഷൻ റീജിയൻ ഉണ്ട്. ദാറ്റ് റീജിയൻ ഈസ് നോൺ ആസ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ ഈസ് ദ സ്ഫിയർ വേർ യു ക്യാൻ സീ ബയോ. ബയോ മീൻസ് ലിവിങ്. സോ ലൈഫ് കാണാൻ പറ്റുന്ന എർത്തിന്റെ റീജിയനെ നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? സോ ജനറൽ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Along with that we will study about some disasters happening in our country, in our state. For example, landslide, flood. ഈ ഡിസാസ്റ്ററിന് കാരണം എന്താണെന്ന് നമ്മൾ നോക്കും. How we can prevent this disaster. കുറച്ച് സാമ്പിൾസ് ഇൻഫോർമേഷൻ ഉണ്ട്. സോയിലിനെ കുറിച്ചും, സോയിലിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും, സോയിൽ ഫോർമേഷനെ കുറിച്ചും ഉണ്ട്. ദെൻ ഡിഫറെന്റ് ലാൻഡ് ഫോംസ്, അതായത് മൗണ്ടൻസ് ഉണ്ട്, പ്ലാറ്റോസ് ഉണ്ട്. സോ ഇങ്ങനെ ഡിഫറെന്റ് ലാൻഡ് ഫോംസ്. സോ ജനറലി ഒരു ഓവറോൾ അനാലിസിസ്, ഓവറോൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്, റിലേറ്റഡ് വിത്ത് എർത്ത് ആൻഡ് ബയോസ്ഫിയർ. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? നമുക്ക് കണ്ടന്റിനകത്തോടെ തുടങ്ങിയാലോ? ഓക്കെ ആണോ എല്ലാവരും? Okay, 4.5
ബില്യൺ ഇയേഴ്സ് മുമ്പ് അല്ലെങ്കിൽ 4500 മില്യൺ ഇയേഴ്സ്. സോ 4.5 ബില്യൺ എന്ന് പറഞ്ഞാലും 4500 മില്യൺ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. സോ 4500 മില്യൺ ഇയേഴ്സ് മുമ്പ് sun got separated, a part of sun got separated and exploded. So thus resultant pieces of explosion became 8 planets. നമ്മൾ കാണുന്ന മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, യുറാനസ്, നെപ്റ്റ്യൂൺ ഉണ്ടല്ലോ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഉണ്ടല്ലോ. സോ ഈ 8 പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് എർത്ത് എന്ന് പറയുന്നത് മൂന്നാമത് വരും, മെർക്കുറി, വീനസ്, എർത്തും പിന്നെ ഓരോ പ്ലാനറ്റ്സിനെ ചുറ്റിയും അതിന്റെ സാറ്റലൈറ്റ്സ് കാണും. ഫോർ എക്സാമ്പിൾ എർത്തിനെ ചുറ്റി എർത്തിന്റെ സാറ്റലൈറ്റ് ഉണ്ട്, മൂൺ എന്ന് പറയുന്നത്. ചില പ്ലാനറ്റ്സിന് സാറ്റലൈറ്റ് കാണത്തില്ല, ചില പ്ലാനറ്റ്സിന് 79 സാറ്റലൈറ്റ് വരെ കണ്ടേക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജൂപ്പിറ്റർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Okay, yeah. So the resultant pieces after this big explosion became 8 planets including Earth. Due to the continuous boiling, heavier materials were concentrated around the center of Earth. So heavier metals, heavier elements downil deposit ആയി അവിടെ ഒരു concentric layer ആയിട്ട് മാറി. So core of the Earth എന്ന് പറയാം. And lighter materials got themselves arranged above this layer. So heavier ഏറ്റവും down പോയി, lighter, comparatively lighter, മേളിൽ. The gases that emanated gradually formed an outer layer enveloping the earth. അതാണ് നമ്മളുടെ atmosphere എന്ന് പറയുന്നത്. This process continued for millions of years. Still, the earth's surface remained very hot. Okay, yeah. Water vapor and other gases came out from the interior of the earth through continuous and extensive volcanic eruptions. This water vapor cooled down to form clouds. So clouds form and led to rains that lasted for many years. So years continue ചെയ്ത റെയിനിലൂടെയാണ് നമ്മുടെ എർത്ത് കൂൾ ഡൗൺ ആവുന്നത്. Low lying areas on the surface of the earth were flooded. So എർത്തിന്റെ comparatively താഴ്ന്ന പ്രദേശം എന്തോ പറ്റി, താഴ്ന്ന പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി, ഫ്ലഡഡ് ആവാൻ തുടങ്ങി. Thus oceans were formed. It took several thousand of years for any form of life appears on earth. So പിന്നീടും ഒരുപാട് വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തു ലൈഫ് ഫോം ചെയ്യാൻ എർത്തിൽ. Gradually thousands of species of plants and animals that we see today evolved. Finally the human beings also. Are you getting that? So എർത്തിന്റെ എവല്യൂഷൻ, ഇവിടുത്തെ ലൈഫിന്റെ ഫോർമേഷൻ പ്രോസസ് നിങ്ങൾക്ക് മനസ്സിലാവും. 4.5 ബില്യൺ ഇയേഴ്സ് എഗോ മുമ്പ് സണ്ണിൽ നിന്നൊരു ചെറിയ പാർട്ട് പൊട്ടി അകർന്നു പോയി. സോ അതിൽ നിന്നാണ് നമ്മുടെ 8 പ്ലാനറ്റ്സും അതിനെ ചുറ്റി നിൽക്കുന്ന സാറ്റലൈറ്റ്സും എല്ലാം ഫോം ചെയ്തത്. സോ കംപ്ലീറ്റ്ലി ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു എർത്ത്. സോ ഹോട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റിനകത്ത് ഹെവിയർ എലമെന്റ്സ് കമ്പാരിറ്റീവ്ലി കോർ പോർഷനിലോട്ട് വന്നു. കമ്പാരിറ്റീവ്ലി അപ്പർ ലെയറിൽ അതിന്റെ ഡെൻസിറ്റി അനുസരിച്ച്, അതിന്റെ ഡെൻസിറ്റി അനുസരിച്ച് ഹെവിയർ ആണോ ലൈറ്റർ ആണോ എന്ന രീതിയിൽ അനുസരിച്ച് അവരുടെ അറേഞ്ച്മെന്റ് നടത്തി. സോ ഇതിൽ നിന്നൊക്കെ കുറച്ച് ഗ്യാസ് ഒക്കെ ലീക്കായി അവന്മാർ വന്ന് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്തു. ക്ലൗഡ് ഫോർമേഷൻ നടന്നു. വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു. വേപ്പറിന്റെ ഫോർമേഷൻ കാരണം ക്ലൗഡ് ഫോർമേഷൻ, പ്രൊലോങ്ഡ് റെയിൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും റെയിൻ ആയതുകൊണ്ട് എർത്ത് കൂൾ ഡൗൺ ആയി കുറേശ്ശെ. അതിനുശേഷം വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓഷ്യൻസ് എല്ലാം ഫോം ചെയ്യുന്നത്. പിന്നെയും തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തു ഗ്രാജുവലി ലൈഫ് ഉണ്ടാകാൻ. പിന്നെ ഒരുപാട് അനിമൽസും പ്ലാന്റ്സും എല്ലാം ഉണ്ടായി. Okay, so evolution of land, water, air and life forms on the earth we have seen already. So earth in the lithosphere, atmosphere, hydrosphere are the basis of existence of biosphere. So biosphere life exist ചെയ്യുന്നതിന് കാരണം ലിത്തോയും അറ്റ്മോയും ഹൈഡ്രോയും എല്ലാം കൂടെ ചേർന്നതാണ്. സോ ലിത്തോസ്ഫിയർ നമുക്ക് പഠിക്കാം. ആൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ലിത്തോസ്ഫിയർ എന്തുവാണെന്ന്. സോ ഹ്യൂജ് മൗണ്ടൻസ്, ബ്രോഡ് പ്ലാറ്റോസ്, expansive plains, coastal areas, deserts, islands and various landforms under oceans. ഓഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കടൽ മാത്രമല്ല, അതിന്റെ അടിയിൽ പോയി നോക്കിയാലും നമുക്ക് ഈ കണ്ട പ്ലാറ്റോയും മൗണ്ടനും പ്ലെയിനും എല്ലാം ഈ ഓഷ്യന്റെ അടിയിലുമുണ്ട്. ഓക്കെ, സോ വേരിയസ് ലാൻഡ്ഫോംസ് അണ്ടർ ദ ഓഷ്യൻ. സോ എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആണ്. ലൈക്ക് ദാറ്റ്. സോ ദ സോളിഡ് പോർഷൻ ഓഫ് ദ എർത്ത് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദീസ് ലാൻഡ്ഫോംസ്, റോക്സ്, സോയിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. സോ ലിത്തോസ്ഫിയർ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ എർത്തിന്റെ ഔട്ടർ ലെയർ. സോ സോളിഡ് ആയിട്ടുള്ള ഈ ഔട്ടർ ലെയർ which contains all these landforms or top layer ആണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ദ മൗണ്ട് എവറസ്റ്റ് നമ്മളുടെ എർത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ഹയർ ആയിട്ടുള്ള 8800 മീറ്ററോളം ഹൈറ്റ് ഉള്ള
8 കിലോമീറ്ററിന് മേളിൽ ഹൈറ്റ് ഉള്ള മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ഏത് കൺട്രിയിലാണ് ഉള്ളത്? ഇന്ത്യയിലല്ല, നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് വരുന്നത്. തെറ്റിച്ച് കളയരുത്, ഇന്ത്യയിലാന്ന് വിചാരിക്കല്ലേ. ആൻഡ് ദ ഡീപ്പസ്റ്റ് ട്രെഞ്ച് ചലഞ്ചർ ഡ്രീപ്പ്. സോ ട്രെഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യനിലുള്ള വളരെ കുത്തനെയുള്ള കുഴിയാണ് ട്രെഞ്ച് എന്ന് പറയുന്നത്. സോ ദ ഡീപ്പസ്റ്റ് ട്രെഞ്ച് ചലഞ്ചർ ഡ്രീപ്പ് പസഫിക് ഓഷ്യനിലുള്ളതാണ് ചലഞ്ചർ ഡ്രീപ്പ്. നമുക്ക് ഏതെല്ലാം ഓഷ്യൻ ഉണ്ട്? അറ്റ്ലാന്റിക് ഓഷ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, യെസ് ഓർ നോ? അറ്റ്ലാന്റിക് ഓഷ്യൻ കേട്ടിട്ടില്ലേ? ഇന്ത്യൻ ഓഷ്യൻ കേട്ടിട്ടില്ലേ? പസഫിക് ഓഷ്യൻ കേട്ടിട്ടില്ലേ? സോ പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റേൺ സൈഡിലാണ് വരുന്നത് നമ്മുടെ കൺട്രിയുടെ. ഓക്കെ, സോ പസഫിക് ഓഷ്യനിലെ ചലഞ്ചർ ഡീപ്പ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഡെപ്ത് 10,000-ഓളം മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ചലഞ്ചർ ഡീപ്പ് 11-12 കിലോമീറ്റർ ആണ് ഡെപ്ത് എന്ന് വരുന്നത്. സോ ഡീപ്പ് ഓഫ് പസഫിക് ഓഷ്യൻ ഓൾ ആർ പാർട്സ് ഓഫ് ലിത്തോസ്ഫിയർ. സോ അത്രയും 10-12 കിലോമീറ്റർ ഒഴിഞ്ഞു നിൽക്കുന്ന ചലഞ്ചർ ഡീപ്പ് ആയാലും 8-8.5 കിലോമീറ്റർ ഉയർന്നു നിൽക്കുന്ന എവറസ്റ്റ് ആയാലും ഇതെല്ലാം ലിത്തോസ്ഫിയറിന്റെ പാർട്ടാണ്. ഓക്കെ, ഞാൻ ആൾറെഡി പറഞ്ഞു ലിത്തോസ്ഫിയർ അറൗണ്ട് 100 കിലോമീറ്ററോളം വരും ഡെപ്ത്. നിങ്ങളുടെ അതിനകത്ത് പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. സോ ദ മേജർ ലാൻഡ് ഫോംസ്, മൗണ്ടൻസ് വി ക്യാൻ സി, plateaus we can see, plains we can see. So here they have given a definition. Shall we read that? Landforms having an altitude of more than 900 meters. Landforms having an altitude more than 900 meters. മനസ്സിലാവുന്നു? Above the mean sea level and a steep slope is called mountains. സോ മൗണ്ടൻസ് എന്ന് പറയുന്നത് ഹിൽസിനേക്കാളും വ്യത്യാസമുണ്ട്. ഹിൽസ് എന്ന് പറയുന്നത് 900 മീറ്റേഴ്സിന് താഴെ നിൽക്കും. മൗണ്ടൻ എന്ന് പറയുന്നത് മീൻ സീ ലെവലിൽ നിന്ന് 900 മീറ്റർ എങ്കിലും മുകളിലായിരിക്കണം ഹൈറ്റ്. പ്ലാറ്റോസ് എന്ന് പറയുന്നത് സറൗണ്ടിങ് റീജിയനുമായിട്ട് കമ്പാരിറ്റീവ്ലി ഹയർ പ്ലെയിൻ ആയിരിക്കും. ബട്ട് ലാൻഡ് ഫോംസ് വിത്ത് ഫ്ലാറ്റ് ടോപ്പ് ആൻഡ് വിച്ച് സ്റ്റാൻഡ്സ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ദാൻ ദ സറൗണ്ടിങ് റീജിയനേക്കാളും കമ്പാരിറ്റീവ്ലി ഉയർന്നു നിൽക്കുന്ന എന്നാൽ സ്ലാൻഡഡ് ആയിട്ടുള്ള സ്ലോപ്പ് ഇല്ലാത്ത നിരന്ന പ്രതലമുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ പ്ലാറ്റോ എന്ന് പറയുന്നത്. പ്ലെയിൻ ലോ ലൈയിങ് ആയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ എക്സ്പാൻസീവ് ആയിട്ടുള്ള ലാൻഡ് ഫോംസിനാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൗണ്ടൻ, പ്ലെയിൻ, ട്രെഞ്ചസ്, വോൾക്കാനോസ്, ഓക്കെ, ഇതെല്ലാം നമുക്ക് ഓഷ്യനിലും കാണാൻ പറ്റും. ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഈ ലാൻഡിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം ഓഷ്യന്റെ അടിയിൽ ബേസിനിലും ഉണ്ട്. സോ ഇവിടെ ഒരു ഹൈവേ കൺസ്ട്രക്ഷൻ കാണുന്നുണ്ട്, ഇവിടെ പ്ലോവിങ് ചെയ്യുന്ന ഫാമറിനെ നമുക്ക് കാണാം, ഇവിടെ ഒരു വീട് കൺസ്ട്രക്ഷൻ, വീടിന്റെ ബേസ്മെന്റ് ലേയിങ് ആണ് നടക്കുന്നത്. ഇത് ഒരു ക്വാറി മൈനിങ് ഏരിയ ആണ്. ഓക്കെ, സോ ലിത്തോസ്ഫിയർ ആണ് റോക്സും സോളിഡ്സും സോയിലും എല്ലാം ചേർന്നത്. സോയിൽ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് മാൻ, പ്ലാന്റ് ആൻഡ് ആനിമൽസ്. യെസ് ഇറ്റ് ഈസ്. സോ നോയിങ് ദ സോയിൽ. സോ റോക്സ് സോയിലിന്റെ ഫോർമേഷനെ കുറിച്ച് ഒരു ചെറിയ സ്റ്റോറിയാണ് അവർ തരുന്നത്. റോക്സ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, rain and snow. Rocks exposed to rain, snow, sunlight for many years. Okay, so for many years these rocks are exposed to sunlight, rain, snow and all. So what happens? Slowly it start to disintegrate. So slowly disintegration of the rock started. Sometimes chemical changes also occur in them. ചില സമയത്ത് chemical changes നടക്കും. ഫിസിക്കൽ ആയിട്ടുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമല്ല, സംടൈംസ് chemical changes also occur in them. കെമിക്കൽ ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് മെയിൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ പറയാം. സി, റോക്ക് എന്ന് പറയുന്നത് ഒരേ ടൈപ്പുള്ള കെമിക്കൽ കോമ്പൗണ്ട് ആയിരിക്കത്തില്ല. നിങ്ങൾ പല ടൈപ്പുള്ള റോക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ ബുക്കിനകത്ത് വരുന്നതല്ല. ഇപ്പൊ ഇഗ്നിയസ് റോക്സ്, മെറ്റമോർഫിക് റോക്സ് എന്നൊക്കെ പറഞ്ഞുണ്ട്. ഓക്കെ, പോട്ടെ, വിട്ടേരെ. നിങ്ങൾ ടൈല് കണ്ടിട്ടില്ലേ? വീട്ടിലിടുന്ന മാർബിൾ കണ്ടിട്ടുണ്ടോ? ഗ്രാനൈറ്റ് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ പാറ കണ്ടിട്ടുണ്ടോ? സോ ഇതെല്ലാം ഓരോ ടൈപ്പാണ്. സാൻഡ് സ്റ്റോണിനെ നിങ്ങൾ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. സോ കാൽസ്യം കാർബണേറ്റ് റോക്സ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് ചിലതുണ്ട് വെള്ളം വീഴുമ്പോൾ അസിഡിക് കണ്ടന്റ് കൂടുതലാണെങ്കിൽ എളുപ്പം നശിക്കുന്നത്. സോ സിമിലർ എക്സാമ്പിൾ, ഇപ്പൊ താജ്മഹൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. താജ്മഹലിന്റെ മാർബിൾ പ്രതലത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, യു മൈറ്റ് ഹാവ് ഹേർഡ് ദാറ്റ് മധുര എന്ന് പറയുന്നത് ഒരു ഓയിൽ റിഫൈനറി ഉണ്ട് ആഗ്ര പട്ടണത്തിൽ. സോ അതിന്റെ ഹയസ്റ്റ് പൊല്യൂഷൻ കാരണം അവിടെ വീഴുന്ന റെയിൻഫോളിന് അല്ലെങ്കിൽ അവിടുത്തെ സോളിഡ് ഡെപ്പോസിറ്റ്, സോളിഡ് സബ്സ്ട്രേറ്റത്തിന്റെ ഈ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന സോളിഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. കൊച്ചു പൊടിയും അഴുക്കുകളൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതിന് അസിഡിക് കണ്ടന്റ് കൂടുതലാണ്. സോ അത് കാരണം എന്തെന്ന് വെച്ചാല് താജ്മഹലിന്റെ മാർബിളിന്റെ കളർ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി. വൈ? ബിക്കോസ് rocks exposed to sunlight, rain, snow and various atmospheric conditions begin to disintegrate. Okay, so sometimes the chemical changes also occur in them.
when the dead remains of plants and animals decay, it adds humus content to the soil. So സോയിലിനകത്ത് നമ്മളുടെ സോയിലിനകത്ത് നിങ്ങൾ ഒരു ചാര കളറിലുള്ള വളക്കൂറ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ചേമ്പോ ചേനയോ ചീനിയൊക്കെ നടുമ്പോൾ നിങ്ങൾ കരിയിലൊക്കെ പറക്കി ഇടുന്ന കണ്ടിട്ടില്ലേ വീട്ടില്, മീൻസ് ഇലയും എല്ലാം പടലമൊക്കെ വെട്ടി. സോ ഇത് കുറേശ്ശെ ആക്ച്വലി ഈ ഡീകമ്പോസ് ആയി ഈ പ്ലാന്റ് പാർട്ടിൽ നിന്നും ഒരു ബ്ലാക്ക് കളറുള്ള ഹ്യൂമസ് കണ്ടന്റ് സോയിൽ വരും. സോയിൽ ഫെർട്ടൈൽ ആണ്. സോ സോയിൽ ഈസ് ഫോംഡ് ത്രൂ സച്ച് പ്രോസസ്സസ് ദാറ്റ് ടേക്സ് പ്ലേസ് കോൺസ്റ്റന്റ്ലി ഓവർ തൗസൻഡ് ഓഫ് ഇയേഴ്സ്. സോ സോയിൽ ഉണ്ടാകുന്നതിന് ഒരുപാട് സമയം എടുക്കും. ഇറ്റ് കണ്ടെയ്ൻസ് ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ, എയർ, ഹ്യൂമസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. സോ സോയിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് വാട്ടർ കണ്ടന്റ് കാണും, പിന്നെ അതിന്റെ ഗ്യാപ്പിലെല്ലാം എയർ കാണും, ഹ്യൂമസ് കണ്ടന്റ് കാണും, കാര്യം ഡീകമ്പോസ് ചെയ്തുള്ള ഏതെങ്കിലും അതിനകത്ത് മിക്സ് ആയിട്ടിരിക്കും. മൈക്രോ ഓർഗാനിസം നമുക്ക് കാണാൻ പറ്റും, മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ അല്ല. സോ സോയിൽ ഓഫൺ ലൂസസ് ഫെർട്ടിലിറ്റി ബിക്കോസ് ഓഫ് മാൻസ് അൺസ്ക്രൂപ്പുലസ് ആക്ടിവിറ്റി. മര്യാദ ഇല്ലാത്ത നമ്മുടെ പ്രവൃത്തി കാരണമാണ് സോയിലിന് പലപ്പോഴും ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്യൂ ആക്ടിവിറ്റീസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ സോയിൽ ഫെർട്ടിലിറ്റി. സോയിൽ ഫെർട്ടിലിറ്റി അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. സോ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് ഇവിടെ പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ്. സോ നാച്ചുറൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കുഴപ്പമില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചാൽ സാലിനിറ്റി ഇൻക്രീസ് ചെയ്യും, ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി തന്നെ നശിച്ചു പോകുന്നതിനിടമാവും. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിസൺ. സോ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് പോയിസൺ, ഇറ്റ് കിൽസ് ദ പെസ്റ്റ് and the microorganism living in that soil. So excessive use of pesticides, excessive use of fertilizers, ഇതെല്ലാം സോയിലിന്റെ ഫെർട്ടിലിറ്റി നശിക്കുന്നതിന് കാരണമാകും. പിന്നെ അത് മാത്രമാണോ ഇപ്പൊ സോയിലിന്റെ ഫെർട്ടിലിറ്റി കാരണം നഷ്ടപ്പെടുന്നതിന് കാരണം അത് മാത്രമാണോ? അല്ല, പിന്നെന്തൊക്കെ ഉണ്ട്? പിന്നെ പറയുവാണെങ്കിൽ ഇപ്പോ ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം പറഞ്ഞു, പെസ്റ്റിസൈഡ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി വാട്ടറിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. വാട്ടറിന്റെ ഇംപ്രോപ്പർ യൂസേജ്. സോ ഇംപ്രോപ്പർ യൂസേജ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഐറ്റം ആയാലും അത് ടു മച്ചും ടു ലെസ്സും പ്രോപ്പർ ആണ്. ഇപ്പോ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറി എനിക്ക് പറയാൻ പറ്റും. ഗ്രീൻ റെവല്യൂഷൻ നടന്ന സമയത്ത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പല റീജിയണിലും റൈസ് ഫാമിങ്ങിലോട്ട് പോയി. സോ നമുക്ക് പാഡി ഫീൽഡ് ഉണ്ട്, റൈസ് ഫീൽഡ് ഉണ്ട്. യു മൈറ്റ് ഹാവ് സീൻ ദാറ്റ് റൈസ് വളരുന്ന സമയത്ത് അത് സബ്മേർജ്ഡ് ആണ്, വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അത് നാച്ചുറലി ഉള്ളതാണ് നമ്മളുടെ മണ്ണിനനുസരിച്ച്. ബട്ട് നോർത്ത് ഇന്ത്യയിലെ പല റീജിയണിലും ആക്ച്വലി അങ്ങനെ നാച്ചുറലി റൈസ് കൾട്ടിവേറ്റിംഗ് ഏരിയ അല്ലായിരുന്നു. അവര് കമ്പൽസറി ആയിട്ട് ചെയ്തതാ. അവരതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇറിഗേഷൻ ചെയ്ത് വാട്ടർ കൊണ്ടുവന്നു നിർത്തി അവരത് ഫാം ചെയ്തു. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഓപ്പോസിറ്റ് പ്രോസസ്സ് നടന്നിട്ട് ആ ഫുൾ സോയിലും റീജിയനും സാൾട്ട് പാൻ ആയി മാറി. ആ പ്രോസസ്സിന് പറയുന്നത് സാൾട്ട് പാൻ എന്നാണ്. നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ കയറി സാൾട്ട് പാൻ നോർത്ത് ഇന്ത്യ ഉത്തർപ്രദേശ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദാറ്റ് സ്റ്റോറി ആണോ. സോ സാൾട്ട് പാൻ എന്ന് വെച്ചാൽ ഫാമിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് നോക്കുമ്പോൾ ഒരു സാൾട്ടിന്റെ ലെയർ ഇങ്ങനെ തൂത്ത് കോരാവുന്ന രീതിയിൽ സാൾട്ട് ഡെപ്പോസിഷൻ നടന്നതോടെ സോ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൊണ്ടുവന്ന് നശിച്ചു. ഓക്കെ, സോ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആകാം, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആകാം, വാട്ടറിന്റെ ഇംപ്രോപ്പർ യൂസേജ് ആയിരിക്കാം. പിന്നെ ആ പർട്ടിക്കുലർ റീജിയനിലുള്ള ടില്ലേജ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ആ ലാൻഡിന്റെ അറേഞ്ച്മെന്റ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വരുന്ന പോർഷൻ നമ്മൾ പറയുന്നുണ്ട് ടില്ലേജിനെ കുറിച്ച്. ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ലാൻഡ് അത് കിളച്ചിടില്ലേ, നമ്മൾ കിളച്ചിടുമ്പോൾ അതൊരു പ്രത്യേക പാറ്റേണിൽ ചെയ്യണം. ചില റബ്ബർ തോട്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ലെയറിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ചരിഞ്ഞ മൗണ്ടൻസിലൊക്കെ ഇങ്ങനെ ലെയറിങ്, അതിനെ ടെറസ് ഫാമിംഗ് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ടെറസ് ആയിട്ട് കഴിഞ്ഞാൽ വെള്ളം എല്ലാം ഒലിച്ചുകൊണ്ട് പോകത്തില്ല, ലാൻഡ് സ്ലൈഡ് ഒന്നും ഉണ്ടാവാതിരിക്കത്തില്ല. അതേസമയത്ത് നമ്മൾ ഇങ്ങനെ നട്ടുപിടിച്ച പ്രശ്നമാണ്. പിന്നെ ബാക്കി എന്തെല്ലാം സോയിൽ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യും? ക്രോപ്സ്. സോ ക്രോപ്സ് ആ റീജിയനിൽ ഉള്ളതല്ലെങ്കിൽ ആ ക്രോപ്സ് ആ സോയിലുമായിട്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണെങ്കിൽ അതും സോയിൽ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യും. സോ ഇങ്ങനെ പ്ലെന്റി ഓഫ് റീസൺസ് ദാറ്റ് അഫക്ട് ദ സോയിൽ ഫെർട്ടിലിറ്റി ബാഡ്. ഓക്കെ, നൗ സോയിൽ which is formed due to hundreds of years of activities is either lost or destroyed due to man's indiscreet actions. They affect not just the soil but also the lithosphere. Okay, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് 1 ഇഞ്ച് സോയിൽ ഫോം ചെയ്യുന്നതിന് തന്നെ നാച്ചുറൽ ആയിട്ട് 1 ഇഞ്ച് സോയിൽ ഫോം ചെയ്യുന്നതിന് തന്നെ ഏകദേശം 1000 വർഷത്തോളം എടുക്കും. ഓക്കെ, shall we read next topic? Ready? The disappearing paddy field. സോ ഡിസപ്പിയറിംഗ് പാഡി ഫീൽഡ്. നമ്മുടെ നെൽപ്പാടങ്ങളെല്ലാം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തോ ചെയ്യും? നെല്ല് കൃഷിയൊന്നും നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റുള്ള കൃഷികളിലോട്ട് പോകും. കരയിൽ കൃഷി ചെയ്യുന്ന കൃഷിയിലോട്ട് പോകും, ലാൻഡിൽ കൃഷി ചെയ്യുന്ന. ഫോർ എക്സാമ്പിൾ ടപ്പിയോക്ക, ദെൻ ബനാന,
then coconut trees. ഇങ്ങനെ പല പല ലാൻഡിലെ ക്രോപ്പിനകത്തോട്ട് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന്. രണ്ട്, മണ്ണിട്ട് മൂടി നമ്മൾ വീട് വെക്കുന്നു, കടകൾ വെക്കുന്നു, വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വെക്കുന്നു. സോ റീക്ലമേഷൻ ഓഫ് ദിസ് സോയിൽ, ദിസ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ദിസ് പാഡി ഫീൽഡ് ഈസ് ഹാപ്പനിങ്. സോ കാരണം എന്താ പ്രശ്നം? ഈ പാഡി ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ റൈസിന്റെ സോഴ്സ് എന്നതിലുപരി നമ്മളുടെ വാട്ടർ കൺസർവേഷനിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പാഡി ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, നോക്കാം നമുക്ക്. സോ വാസ്റ്റ് പാഡി ഫീൽഡ്സ് വെയർ വൺസ് യുണീക്ക് ഫീച്ചർ ഓഫ് കേരള, ബട്ട് നൗ our paddy fields and other wetlands undergo reclamation by filled by the soil for human purposes. For example, നമ്മുടെ ലുലുമോളൊക്കെ once upon a time ഒരു ചതുപ്പ് നിലമായിരുന്നു. വെറ്റ്ലാൻഡ് എന്ന് വെച്ചാൽ ചതുപ്പ് നിലം. By doing this, we are causing permanent damage to these natural sites of rainwater percolation. So rainwater-നെ പിടിച്ചു നിർത്തി percolating down the water, അതിനൊക്കെയായിരുന്നു ഈ വെറ്റ്ലാൻഡ് പാഡി ഫീൽഡിനൊക്കെ ഇമ്പോർട്ടന്റ്. In some places, the clay in the paddy field are mined and baked in the kilns for making bricks. നമ്മുടെ കട്ടച്ചൂളകളില് ചെളി വേണമല്ലോ ചുടുകട്ട ഉണ്ടാക്കാൻ. സോ അതിന് ഇവര് പാഡി ഫീൽഡിലെ ടോപ്പ് ലെയറിലെ ക്ലേ എടുത്തുകൊണ്ട് പോകും. Clay stores water in paddy fields. That will be lost. So if there is no clay, there will be no paddy field. മനസ്സിലാവുന്നോ? ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പാഡി ഫീൽഡിനെ നശിപ്പിക്കുന്നത്? ഒന്ന്, ഫോർ അവർ അതർ പർപ്പസ് we are actually changing the land nature itself. Reclamation of the land by filling up of soil and all, for our house construction, shopping complex construction, etc. Second one, the cultivation of different kinds of crops in the paddy field. Slowly it is becoming a land type. Third one, removal of the topsoil in the paddy field, the clay for our brick kilns we are actually taking away. കട്ടച്ചൂളകൾ, brick kilns we are taking away. Okay. In some places, the sand below the clay is mined after removing the clay from the paddy field. So paddy fieldല് ചെളി എടുത്തുകൊണ്ട് പോയി കട്ട ഉണ്ടാക്കി. അതിനടിയിൽ വരുന്ന ആ മണ്ണുണ്ടല്ലോ, സാൻഡ്, അത് നമ്മളെ കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന സാൻഡ് മൈനിങ്ങിന് ഉപയോഗിക്കുന്നു. So after all, you are losing that paddy field.